നമസ്കാരം. രണ്ടു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ പാലക്കാട് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവമായ വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ നടത്തിയ പ്രചാരണത്തെ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. ആരൊക്കെയാണ് അതിശക്തമായ വികസനത്തെക്കുറിച്ച് സംസാരിച്ചത്, രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചത്, ഏറ്റവും മികച്ച പ്രചാരണം നടത്തിയത് ആരൊക്കെയാണ്, എന്തൊക്കെ വിവാദങ്ങളാണ് മുന്നണികൾക്ക് നേരിടേണ്ടി വന്നത്, എന്തൊക്കെ പച്ചക്കള്ളങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രചരിച്ചത് എന്നതൊക്കെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് പാലക്കാടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം നടത്തിയ പ്രചാരണത്തെ തന്നെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. DCC ഹൈക്കമാൻഡിന് ഒരു കത്തയക്കുന്നു. ആ കത്തിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, K മുരളീധരന്റെ പേര്. ഞങ്ങൾക്ക് K മുരളീധരനെ സ്ഥാനാർത്ഥിയായിട്ട് മതി എന്നാണ് DCC ഹൈക്കമാൻഡിന് അയച്ച കത്തിൽ പറഞ്ഞിരുന്നത്. അതിന് ചില കാരണങ്ങൾ കൂടി അതേ കത്തിൽ പറയുന്നുണ്ടായിരുന്നു. മതസാമുദായിക നേതാക്കൾ പിന്തുണ നൽകുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഇറക്കുകയാണെങ്കിൽ ഈ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുകൂടി ഹൈക്കമാൻഡിന് DCC അയച്ച കത്തിൽ പറയുന്നുണ്ട്. അതിനർത്ഥം വേറെ ഒരാൾക്കും ആ മണ്ഡലം പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഷാഫി പറമ്പിലും സതീശനും, അതിപ്പോൾ ഒരു പക്ഷമാണല്ലോ, ഈ രണ്ട് പക്ഷങ്ങളും ചേർന്ന് DCCയുടെ അവരുടെ ആവശ്യം പോലും പരിഗണിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കെട്ടിയിറക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കെട്ടിയിറക്കിയത് മുതൽ പാലക്കാടിൽ എന്താണ് കാണാൻ സാധിച്ചത്? ഓരോ ദിവസവും പാലക്കാടിലെ കോൺഗ്രസിൽ നിന്ന് പല പ്രാദേശിക നേതാക്കൾ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ആദ്യം തന്നെ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞ കള്ളം പൊളിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എല്ലാവരുമായി കൂടിച്ചേർന്ന് തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടം എന്നായിരുന്നു. പൊട്ടിത്തെറികൾ രൂക്ഷമായപ്പോൾ, മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി സതീശനും ഷാഫിയുമൊക്കെ എടുത്തു പയറ്റിയ ആയുധം. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഒരു രീതിയിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഹൈക്കമാൻഡിന് അയച്ച DCCയുടെ കത്ത് പുറത്തു വന്നു. അതുപോലെ തന്നെ ഏകപക്ഷീയമായാണ് രാഹുൽ മാങ്കൂട്ടത്തെ തീരുമാനിച്ചത് സ്ഥാനാർത്ഥിയായിട്ട് എന്ന കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് സരിൻ രംഗത്തേക്ക് വരുന്ന കാഴ്ചയുണ്ടായി. സരിൻ വെളിപ്പെടുത്തൽ കേട്ട് സത്യത്തിൽ കേരള ജനത ഞെട്ടലോടെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിരുന്നത്. മതേതര മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ, സംഘപരിവാർ മുഖം വന്ന കോൺഗ്രസിനെ, ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയെ ഒക്കെ തുറന്നു കാട്ടിയ സരിന്റെ വാർത്താ സമ്മേളനം പാലക്കാടിലെ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കി മാറ്റി. മാത്രവുമല്ല, അവിടെ ഒരു ഡീലുണ്ട്, BJPയും കോൺഗ്രസും തമ്മിൽ എന്ന വസ്തുത തുറന്നു കാട്ടിയത് സരിനാണ്. വടകരയിലെ ആ ഷാഫി പറമ്പിലിന്റെ മത്സരത്തോടു കൂടി തന്നെ ചില ഡീലുകൾ അതിന്റെ ഭാഗമായി അവിടെ നടന്നിരുന്നു. പാലക്കാടിലെ MLA ആയിരുന്ന ഷാഫിയെ വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് അത് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാനും, അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയെ ജയിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ഡീലിന്റെ ഭാഗമാണെന്ന് സരിൻ പറഞ്ഞത് പിന്നീട് ഓരോ ദിവസവും പ്രചാരണത്തിന്റെ ഓരോ ഘട്ടവും കഴിയുമ്പോൾ ശരിയാണെന്ന് ശരിവെക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ സംഘപരിവാർ മുഖം വന്ന കോൺഗ്രസ് വിട്ട് സരിൻ പടിയിറങ്ങുന്നു. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുന്നു. പിന്നീട് എന്താണ് കാണുന്നത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്യാമ്പ് സരിനെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. സരിന്റെ ഭാര്യയെ വ്യക്തിഹത്യ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിൽ സൈബർ വേട്ടകൾ നടത്തിക്കൊണ്ട് ഈ സരിൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്യാമ്പ് പഠിച്ച പണി 18 നോക്കിയെങ്കിലും പക്ഷേ സത്യം അത് പുറത്തു വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് പുറത്തു വന്നത് ഷാനിബിലൂടെ ആയിരുന്നു. ഷാനിബ് നമുക്കറിയാം ഷാഫിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ഷാഫി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഷാനിബ്. ഷാനിബും പറഞ്ഞു സരിൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന്. മാത്രവുമല്ല, ഷാനിബ് പറഞ്ഞു വടകര പാലക്കാട് ആറന്മുള അങ്ങനൊരു ഡീല് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വടകരയിൽ നടന്നത് സരിൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. മാത്രവുമല്ല,
പാലക്കാട് BJPയെ ജയിപ്പിക്കുകയാണെങ്കിൽ ആറന്മുളയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമെന്ന് ഈ ഡീലിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനെയും ചെറുക്കാൻ കോൺഗ്രസ് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നെയും നിരവധി ആളുകൾ കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങി. ഇറങ്ങിയവർ മുഴുവൻ സംഘപരിവാരങ്ങളോട് പോരാടാൻ ശേഷിയുള്ള നിലപാടുള്ള CPM-ലേക്കാണ് വന്നത്. പിന്നീടും വന്നല്ലോ നസീഫ് ഇറങ്ങുന്നു. അവിടെ നിന്ന് നസീഫ് ഇറങ്ങിയപ്പോഴും അദ്ദേഹവും ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകൾ തന്നെ നടത്തി. അതിനുശേഷം കൃഷ്ണകുമാരി ഇറങ്ങുന്നു. കൃഷ്ണകുമാരി പറയുന്നു 2020-ൽ CPM-നെ തോൽപ്പിക്കാൻ വേണ്ടി BJPയുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കി UDF എന്ന. ഇറങ്ങുന്നവർക്കൊക്കെ പറയാനുള്ളത് ഈ സംഘപരിവാർ കൂട്ടുകെട്ടിനെ കുറിച്ച് തന്നെയാണ്. സരിൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് നമ്മൾ അതിലൂടെ കണ്ടു. പിന്നീട് നിരവധി ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ CPM-ലേക്ക് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ പോകുമ്പോൾ മാത്രം അവർ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചില നേതാക്കൾ പോയപ്പോൾ മിണ്ടിയതുമില്ല. ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ പാലക്കാട് ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നേരിട്ട വേറൊരു പ്രതിസന്ധി? അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് KPM ഹോട്ടലിൽ ഒരു നീല ട്രോളി ബാഗിൽ കള്ളപ്പണം എത്തിച്ചു എന്ന് പറയുന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു കേൾക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില റെയ്ഡുകൾ നടത്തുന്നു. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചില നാടകീയ സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നു. ഷാനിമോൾ ഉസ്മാനൊക്കെ വലിയ രീതിയിലുള്ള നാടകമാണ് അവിടെ കാഴ്ചവെച്ചത്. പിന്നീട് മാരത്തോൺ ലെവലിൽ UDFന്റെ നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനങ്ങളാണ് നമ്മൾ കണ്ടത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിക്കാൻ വേണ്ടി കള്ളപ്പണം കൊണ്ടുവന്ന് ഇറക്കിയതാണെന്ന് CPM ആരോപിച്ചു. ആ ട്രോളി ബാഗ് രാഹുൽ മാങ്കൂട്ടം കൊണ്ടുപോയി അന്നേ ദിവസം രാഹുൽ മാങ്കൂട്ടം KPM-ൽ ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അന്നേ ദിവസം CPM ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ഈ പറയുന്നത് പോലെ ആ ട്രോളി ബാഗിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പല രീതിയിലുള്ള ന്യായീകരണങ്ങൾ കോൺഗ്രസ് ഇറക്കിയെങ്കിലും പിറ്റേ ദിവസം CCTV ഫൂട്ടേജുകൾ പുറത്തു വന്നു. കോൺഗ്രസ് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് കേരള സമൂഹം കണ്ടത്. രാഹുൽ മാങ്കൂട്ടം അന്നേ ദിവസം ആ KPM ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ട്രോളി ബാഗ് അവിടെ എത്തിച്ചത് വ്യാജ തിരിച്ചൽ കാർഡ് ഉണ്ടാക്കിയ കേസിലെ ഫെനി ആയിരുന്നു. ട്രോളി ബാഗ് പോയത് വേറൊരു വഴി, രാഹുൽ മാങ്കൂട്ടം പോയത് മറ്റൊരു വഴി. ട്രോളി ബാഗ് എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം സ്പിരിറ്റ് ഒഴുക്കി അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്ന ആരോപണം ഉയർന്നു. 1500 ലിറ്റർ സ്പിരിറ്റുമായി കോൺഗ്രസ് നേതാവ് പിടിയിലായി. അതിനും ഒരു വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ ആരോപണങ്ങൾ നീണ്ടു കിടക്കുകയാണ്. ഇനി ഈ പ്രചാരണത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഒരു പൊളിറ്റിക്സും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞില്ല എന്നതാണ് വസ്തുത. കിട്ടുന്ന സമയങ്ങളിൽ സരിനെ വ്യക്തിഹത്യ ചെയ്യാനും CPM-നെതിരെയും എന്തൊക്കെയോ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായ രാഷ്ട്രീയം പറയാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ തന്നെ വിശദീകരിക്കാം. അദ്ദേഹത്തിന് പാലക്കാടിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതും എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തിരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്സ് പറയാൻ കഴിയുക? എങ്ങനെയാണ് വികസനം പറയാൻ കഴിയുക? അദ്ദേഹത്തിന് ഈ രണ്ട് കാര്യവും കഴിയില്ല എന്ന് നന്നായി തന്നെ അദ്ദേഹത്തിന് അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 13.5 വർഷമായി ആ മണ്ഡലത്തിലെ MLA അത് ഷാഫി പറമ്പിലായിരുന്നു. ഷാഫി പറമ്പിൽ MP ആയപ്പോഴാണ് പാലക്കാടിൽ ഇങ്ങനെ ഒരു ഒഴിവ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാകും പിന്നീട് അതേ ഒരു പാർട്ടിയിൽ മത്സരിക്കുന്ന നേതാവ് പ്രചാരണം നടത്തുക? അയാൾക്ക് മുമ്പേ ഇരുന്ന അയാളുടെ തന്നെ പാർട്ടിയിലെ MLA നടത്തിയ വികസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ പാലക്കാടിൽ ഒന്നുമില്ല എന്നതാണ് വസ്തുത. അതായത് ഒരു KSRTC സ്റ്റാൻഡിനെ കുറിച്ച് സംസാരിക്കാം എന്ന് തന്നെ വിചാരിക്കുക. പാലക്കാടിലെ KSRTC സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും നാണിച്ചത ഇങ്ങനെ മൂക്കിൽ വിരൽ വെച്ച് പോകും. നല്ലൊരു ശുചിമുറി ഉണ്ടോ അവിടെ? എന്തിന് അവിടെ പോലീസുകാരുണ്ടോ? ഇല്ല. ഇതൊന്നുമില്ലാത്ത, ഒരു സുരക്ഷയുമില്ലാത്ത ഒരു KSRTC സ്റ്റാൻഡ്. ഇനി കുട്ടികളുടെ അതായത് കായിക താരങ്ങൾക്ക് ഊർജം നൽകുന്ന എന്തെങ്കിലും പദ്ധതികളെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചാലോ? ഒരു നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. ഇനി അവിടെ പാവങ്ങൾക്കൊക്കെ ഒരു 1000 രൂപയ്ക്ക് കല്യാണം നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു ടൗൺ ഹാൾ ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചാലോ? അങ്ങനെ ഒരു ടൗൺ ഹാൾ ഇപ്പോൾ അവിടെ ഉണ്ടോ? പ്രേതാലയം പോലെ കിടക്കുകയല്ലേ ടൗൺ ഹാള്?
അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ. ഏത് നല്ല റോഡാണ് അവിടെ ഉള്ളത്? ഒരു ബൈപ്പാസ് ഉണ്ടോ? അതുപോലെ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര എത്ര ഈ ഇത്തരത്തിലുള്ള വികസന മുരടിപ്പാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് ഭാഗം എടുത്തു നോക്കിയാലും, ഏത് പഞ്ചായത്ത് എടുത്തു നോക്കിയാലും, ഏത് നഗരസഭയുടെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും ഒക്കെ തികഞ്ഞ അനാസ്ഥകൾ, നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങൾ, വികസന മുരടിപ്പ്, ഇത് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിൽ BJPക്കും പങ്കുണ്ട്. കാരണം അവിടുത്തെ നഗരസഭ ഭരിക്കുന്നത് BJP ആണല്ലോ. അപ്പൊ വികസനം എന്താണെന്ന് പോലും കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ വികസനത്തെക്കുറിച്ച് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് സംസാരിക്കാൻ കഴിയും? അതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. ഇനി അദ്ദേഹത്തിന് എങ്ങനെ രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയും? അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് അദ്ദേഹം സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നല്ലോ വയനാട് ഈ പറയുന്ന ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കേന്ദ്ര സഹായം കൊടുക്കുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് ചോദിക്കാൻ കഴിയുന്നില്ല എന്നതിനുള്ള ഉത്തരം കൂടി ഞാൻ പറയാം. അതായത് അങ്ങനെ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാൽ സ്വാഭാവികമായും ഒരു ചോദ്യം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരും. എന്തുകൊണ്ട് നിങ്ങളുടെ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള 18 MP ലോക്സഭയിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന്? അതിനു മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു രീതിയിലുള്ള ശബ്ദവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ഷാഫി പറമ്പിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ശബ്ദം ഉയർത്തി നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും നിശബ്ദത പാലിക്കുക എന്നതാണ്. ഇതിനിടയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റാൻ ശ്രമം നടത്തി കോൺഗ്രസ് എന്ന ആരോപണം കൂടി രാഹുൽ മാങ്കൂട്ടം നേരിടുന്നുണ്ട്. അങ്ങനെ വലിയ വിവാദങ്ങളും വലിയ ആരോപണങ്ങളും നേരിടുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് അവിടെ കോൺഗ്രസ് കെട്ടിയിറക്കിയിരിക്കുന്നത്. സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത കോൺഗ്രസ്സുകാർ ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് മൂലം പാലക്കാടിലെ കോൺഗ്രസ് വെന്റിലേറ്ററിലാണ് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. ഇതാണ് കോൺഗ്രസിന്റെ പ്രചാരണ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളും ഇതാണ് രാഹുൽ മാങ്കൂട്ടം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സമ്പാദിച്ചെടുത്ത ഒരു പ്രത്യേക രീതിയിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വവും. ഇനി സി കൃഷ്ണകുമാറിലേക്ക് വരികയാണെങ്കിലും അദ്ദേഹത്തിന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. വയനാടിലെ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം പോലും കൊടുക്കാത്ത ക്രൂരതയുടെ പര്യായമായി മാറിയ ഒരു കേന്ദ്ര സർക്കാർ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് എന്തെങ്കിലും രീതിയിൽ ഒരു പൊളിറ്റിക്സ് പറയാൻ കഴിയുക? അല്ലെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുക? അവർ ഭരിക്കുന്ന നഗരസഭ, എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മോശം ഒരു നഗരസഭയുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 1ാം സ്ഥാനത്ത് ഈ പാലക്കാട് നഗരസഭ കാണും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു നഗരസഭയാണ് അവിടെയുള്ളത്. അവകാശപ്പെടാൻ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് സി കൃഷ്ണകുമാർ ആകെ അവകാശപ്പെടുന്നത് ഞാൻ പാലക്കാടുകാരനാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്നത് മാത്രമാണ്. ഇനി സരിനിലേക്ക് വന്നാലോ. സരിനാണ് സത്യത്തിൽ ഈ പ്രചാരണ രംഗത്ത് ഏറ്റവും മുന്നിൽ ഒന്നാമൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും വിവാദത്തിൽ ഏർപ്പെടാത്തവൻ, ഒരു ഘട്ടത്തിൽ പോലും ഒരു ആരോപണത്തിന്റെ മുൾമുനയിൽ പോലും വന്നു വീഴാത്ത ഒരാൾ. അദ്ദേഹം ഈ പ്രചാരണ സമയത്ത് പാലക്കാടിന്റെ മുക്കിലും മൂലയിലും പോയി ജനങ്ങളെ കാണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പറയുന്നത് മുഴുവൻ വികസനവും നല്ല ഒന്നാം തരം 916 രാഷ്ട്രീയവും. എങ്ങനെയാണ് സരിൻ വികസനം പറയുന്നത്? അദ്ദേഹം ഇപ്പോൾ ഷാഫി പറമ്പിലൊക്കെ നടത്തിയിട്ടുള്ള വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം അവിടെ പോയി നിന്ന് അത് ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വാഗ്ദാനം നൽകുന്നത്. അതായത് ഒരു സർക്കാരിൻ്റെ ഒരു ഭരണകൂടത്തിന്റെ ശക്തി കൂടിയുണ്ട് ഈ സരിൻ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക്, ഒരു പിന്തുണ കൂടിയുണ്ട് സരിൻ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക്. സരിൻ അവിടുത്തെ എല്ലാ വികസന മുരടിപ്പും തുറന്നു കാണിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഏതൊക്കെ മേഖലയിൽ അദ്ദേഹത്തിന് വികസനം കൊണ്ടുവരാൻ കഴിയും, അത് എങ്ങനെ എന്നൊക്കെ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സിവിൽ സർവീസ് ഉപേക്ഷിച്ച്, അതായത് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും മികച്ച ആഡംബര ജീവിതം മുഴുവൻ അദ്ദേഹം ഉപേക്ഷിച്ച് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയ ഒരാളാണ് ഉത്തമനായ ഒരു സ്ഥാനാർത്ഥി. അദ്ദേഹമാണ് സത്യത്തിൽ പാലക്കാടിൽ ഇന്ന് മത്സരിക്കുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. ഒരുപക്ഷെ അദ്ദേഹം ജയിച്ച് നിയമസഭയിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ നിയമസഭയിൽ ഇതിനു മുമ്പ് ഉണ്ടായി തന്നെ കാണില്ല. അതുകൊണ്ട് പാലക്കാടിലേക്ക് ജയിച്ചു പോകേണ്ട ഒരേ ഒരാൾ അത് സരിൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി അദ്ദേഹം പറയുന്ന രാഷ്ട്രീയമോ? അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം വ്യക്തതയുള്ള രാഷ്ട്രീയമല്ലേ? അദ്ദേഹം സംഘപരിവാരങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നു, കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖത്തെക്കുറിച്ച് ആഞ്ഞടിക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണയുമായി കോൺഗ്രസിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ വരുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ വരുന്ന സാഹചര്യം. മാത്രവുമല്ല ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ആരെയും വ്യക്തിഹത്യ ചെയ്ത് നമ്മൾ കണ്ടിട്ടേയില്ല.
അദ്ദേഹം വ്യാജ വോട്ടറാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വി.ഡി. സതീശൻ നടത്തിയ ഒരു ശ്രമം, അദ്ദേഹത്തിന്റെ ഭാര്യ വരെ വ്യാജ വോട്ടറാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം, അത് കഴിഞ്ഞ ദിവസം ഡോക്ടർ സൗമ്യ സരിൻ പൊളിച്ചടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു, അതും തെളിവുകൾ നിരത്തിക്കൊണ്ട്. അങ്ങനെ ഒരു രീതിയിലും ഒരു ആരോപണവും ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കോൺഗ്രസിനും ബി.ജെ.പിക്കും കഴിഞ്ഞിട്ടില്ല ഈ സരിനെ. സരിൻ പറഞ്ഞ രാഷ്ട്രീയവും സരിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വസ്തുതാപരമാണെന്ന് കാണിച്ചു തന്ന ഒന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകും മുമ്പ് നിങ്ങളെ ഇതുവരെ പറ്റിച്ച, അല്ലെങ്കിൽ നിങ്ങളെ ഇതുവരെ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ ഇനി മുന്നോട്ട് വിടണമോ, അതോ ഭരണത്തിന്റെ കരുത്തനായ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളെ അങ്ങ് നിയമസഭയിലേക്ക് അയക്കണോ എന്നൊക്കെ ചിന്തിക്കുക. തിരഞ്ഞെടുപ്പ് അത് നമ്മൾ നന്നായി ആലോചിച്ച ശേഷം മാത്രം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനുള്ളതാണ്. ആ വോട്ടിങ്ങിൽ നമുക്കൊരു തെറ്റുപറ്റിയാൽ ഇനിയും പാലക്കാട് ഇങ്ങനെ വികസന മുരടിപ്പിന്റെ ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഈ മുഖം അത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.